കഴിഞ്ഞ സോറി ഇത് മൂന്നാമത്തെ അല്ലേ നമ്മളിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി 2 സമുദായ സംഘടനകൾ UDF വിരുദ്ധ നിലപാടെടുത്തു. അതിൽ ഒരു സംഘടന വളരെ പരസ്യമായ നിലപാടാണ് എടുത്തത്. വെറുതെ പരസ്യമല്ല, വെല്ലുവിളിയും ഗോഹോവിളിയും കാക്കമല്ലെന്ന് പറക്കുമെന്നും പിന്നെ അധികാരത്തിൽ വന്ന് വി ഡി സതീശൻ അധികാരത്തിൽ വന്നാൽ വനവാസത്തിന് പോകാമെന്നും 100 സീറ്റ് കിട്ടുമെങ്കിൽ 98എങ്കിലും പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ വലിയ ബഹളം കാണിച്ചു. പക്ഷെ കേരള സമൂഹം പിടികൊടുത്തില്ല. 100 സീറ്റ് വി ഡി സതീശൻ പറഞ്ഞെങ്കിൽ 102 സീറ്റോടുകൂടി വി ഡി സതീശന് മാൻഡേറ്റ് കൊടുത്തു. അതുപോലെ തന്നെ 12 മന്ത്രിമാർ, 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന് പറഞ്ഞത് 13 മന്ത്രിമാർ തോറ്റു. അപ്പോൾ എന്താണോ വി ഡി സതീശൻ്റെ പ്ലാൻ അത് കേരള സമൂഹം അംഗീകരിച്ച് ക്ലീൻ ചിറ്റാണ് വി ഡി സതീശന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഭരിച്ചോളൂ. പിന്നെ 2 പ്രാവശ്യം വോട്ട് ചെയ്തു ജനങ്ങൾ. ഒന്ന് വി ഡി സതീശനെ നേരിട്ട് പോയി വോട്ട് ചെയ്തു. രണ്ടാമത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവൂല്ല എന്നൊരു സംശയം വന്നപ്പോൾ ഒന്നുകൂടി വോട്ട് ചെയ്തു ജനങ്ങൾ. എങ്ങനെ? വോക്കൽ വോട്ട്. ബഹളമുണ്ടാക്കി ജനങ്ങളാകെ. സാംസ്കാരിക നായകരും സാമൂഹിക പ്രവർത്തകരും വി ഡി സതീശൻ ബഹളം ഉണ്ടാക്കി. അതും കൂടെ കൊണ്ടാണ് അദ്ദേഹം വന്നത്. ഇപ്പോൾ 2 പ്രാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്ത് വി ഡി സതീശൻ അധികാരത്തിൽ കയറി. അപ്പോൾ പക്ഷേ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും വളരെ നികൃഷ്ടമായ രീതിയിലാണ് നേരത്തെ പറഞ്ഞത്. സമുദായ നേതാക്കളെ തിണ്ണനിറങ്ങാൻ നടന്നിട്ടുണ്ട് സതീശൻ, ഇവിടെ വന്ന് തിണ്ണനിറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സുകുമാരൻ നായർ പറഞ്ഞു. അതിനെതിരെ പിന്നെ അദ്ദേഹം പ്രായമുള്ള ആളാണ്, സീനിയർ ആളായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് സതീശൻ അതിൽ വളരെ പക്വതയോടുകൂടി പ്രതികരിച്ചു. അതുപോലെ വെള്ളാപ്പള്ളി നടേശനും വളരെ മോശമായി വി ഡി സതീശനെതിരെ പറഞ്ഞു. പരവൂരിൽ തോറ്റുപോകുമെന്ന് പറഞ്ഞു. പറവൂരിൽ തോറ്റുപോകാനുള്ള എല്ലാ സംവിധാനവും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വീണ്ടും പറവൂരിൽ നിന്ന് ജയിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി. പക്ഷെ മുഖ്യമന്ത്രിയായതിനു ശേഷം മന്ത്രിമാർ, ഇപ്പോൾ സുകുമാരൻ നായർ, മോൻസ് ജോസഫും മറ്റ് മന്ത്രിമാരും ഒക്കെ സുകുമാരൻ നായരെ പോയി കണ്ടു. ബിന്ദു കൃഷ്ണ കഴിഞ്ഞ ദിവസം പോയി വെള്ളാപ്പള്ളി നടേശനെ കണ്ടു. ഒരു പൊന്നാടയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു. അവർ പിന്നെ കൈവച്ച് അനുഗ്രഹിച്ചൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള പ്രായമുള്ള ഒരു പിന്നെ ബിന്ദു കൃഷ്ണയ്ക്ക് പിതൃതുല്യനായ പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം ഒന്നും വാങ്ങുന്നതിന് പ്രശ്നമില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർ ബഹളമുണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിയല്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർ ബഹളമുണ്ടാക്കുന്നതിൽ വലിയ കാര്യമില്ല. കാര്യം മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രിയായി കഴിഞ്ഞാൽ പ്രമുഖരായ ആളുകളെയൊക്കെ കാണുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായ അഭ്യർത്ഥിക്കുക ചെയ്യും. ഇതിനിടയിൽ തുഷാർ വെള്ളാപ്പള്ളി പൊന്നാടയും പിന്നെ പൊക്കയുമായിട്ടൊക്കെ വി ഡി സതീശനെ പോയി കണ്ടു. അദ്ദേഹത്തിന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പോയി കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായിട്ടും വി ഡി സതീശനെ കാണും, അവരുടെ മഞ്ഞുരുകും, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണ്ടത്. കാരണം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രാഷ്ട്രീയ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സമുദായ നേതാക്കളാണ്, അത് വലിയ ഒരു സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതല്ലേ വെള്ളാപ്പള്ളി നടേശനൊക്കെ. അതുപോലെ തന്നെ മറ്റൊരു വലിയ സമുദായത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സുകുമാരൻ നായർ. അവർ കാണണം. മറ്റ് വൈരാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ഇപ്പോൾ തമ്മിലടിച്ച് കീറുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും മറ്റെത്രയെല്ലാം ഫംഗ്ഷനുകളിൽ ഒന്നിച്ചിരിക്കുന്നു, എവിടെയെല്ലാം എന്തൊക്കെ ഫംഗ്ഷനുകളിൽ ഒന്നിച്ചിരിക്കുന്നു, അതൊന്നും വിഷയമല്ല. എന്തായാലും ബിന്ദു കൃഷ്ണ പോയതൊരു വിവാദമൊക്കെ ആക്കിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരിൽ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വിവാദം ആക്കിയിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം അത് പിടിച്ചില്ല. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ കാണാനും സുകുമാരൻ നായരെ കാണാനും മന്ത്രിമാർ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് കൗതുകമുണ്ടാവുന്നത് എന്നാണ് മുഖ്യമന്ത്രി വേഴ്സസ് സുകുമാരൻ നായർ, മുഖ്യമന്ത്രി വേഴ്സസ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് ഇനി കാണുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ള ഒരു വാർത്ത. അതൊരു കൗതുക വാർത്തയായിരിക്കും. പ്രത്യേകിച്ച് കാക്കമാരെല്ലാം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ കണിച്ചകുളങ്ങര പോയി വി ഡി സതീശൻ കാണുകയോ, അല്ലെങ്കിൽ വി ഡി സതീശൻ ഏതെങ്കിലും ഫംഗ്ഷനിൽ വിളിച്ച് അവിടെ വെച്ച് കാണുകയോ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോയി വി ഡി സതീശനെ കാണുകയോ, അല്ലെങ്കിൽ പറവൂരിൽ പോയി വീട്ടിൽ പോയി വി ഡി സതീശനെ കാണുകയോ, എന്തായാലും അവർ തമ്മിൽ കാണുമെങ്കിൽ ഒരു 5-6 കാക്ക കേരളത്തിൽ മലർന്ന് പറക്കും. കാക്കകൾ റെഡിയായിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാക്കകളെ കാത്തിരിക്കാം. വലിയ ഒരു 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 കളിയാക്കലാണെന്ന് നടന്നത്. പക്ഷെ കേരള സമൂഹം കുറെ കൂടി ഉയർന്ന് ചിന്തിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ജാതി മതവും ഒക്കെ പറയുന്നത് കേൾക്കും. SNDPയിലുണ്ട് ഞങ്ങൾ, പക്ഷെ വോട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കേ കൊടുക്കത്തുള്ളൂ. NSSലുണ്ട് ഞങ്ങൾ, വോട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു 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 രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് വി ഡി സതീശൻ എന്ന വ്യക്തിക്കപ്പുറം വലിയ ഒരു മാറ്റം തന്നെയാണ്. ജാതിയും മതവും മാത്രമല്ല, വലിയ രാഷ്ട്രീയവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ അവയർനെസ് കേരളത്തിലുണ്ടെന്ന് യുവജനത ഉൾപ്പെടെ തെളിയിച്ചത് ഭാവി കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു.